ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മലയാളം ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു പുതിയ സെഗ്മെൻറ്റ് നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് മലയാളം ടെക്കീസിൽ ഗെയിമിംഗ് മാത്രമായിരുന്നു ഇത്രയും നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മുതലിപ്പോൾ ഒരു പുതിയ സംഭവം കൂടി വരാണ്, ടെക് സീരീസ് എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് എന്താ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും കണ്ടൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇനി മുതൽ ഉണ്ടാവും. അപ്പോൾ ഗെയിമിംഗ് ചാനലിൽ തരുന്ന അതേ സപ്പോർട്ട് നിങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിനും തരണം എന്ന് ഞാൻ നിങ്ങളോട് ഒന്ന് ആവശ്യപ്പെടുകയാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് പുതിയതായിട്ട് എനിക്ക് പുതിയ പുതിയ ടോപ്പിക്സും കണ്ടൻസും ഒക്കെ നിങ്ങൾക്കായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ടെക് സീരീസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ എന്ന നിലയ്ക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഇങ്ങനത്തെ വീഡിയോകളും കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഡെയിലി ഗെയിമിംഗ് വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ചെറിയ രീതിയിലുള്ള ടെക് വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ മുന്നിൽ, അതായത് നിങ്ങൾക്കായിട്ട് ഞാൻ എല്ലാ ദിവസവും അല്ല, കഴിയുന്നത്ര ചെയ്തിടാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ടെക് വീഡിയോസ് നിങ്ങൾക്ക് ഇടാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് ഞെക്കി പിടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന്, നമ്മുടെ ചാനലിൽ കൂടുതലും യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവരായിരിക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ. അപ്പോൾ അങ്ങനെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ. അതായത് നമുക്ക് എങ്ങനെ യൂട്യൂബിൽ നല്ല രീതിയിൽ വിജയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ, അതായത് എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ ചാനൽ തുടങ്ങി എങ്ങനെയാണ് ഈ ഒരു നിലയിലെത്തിയത്, അപ്പോൾ ആ ഒരു ഘട്ടങ്ങളിൽ നടന്ന കുറേ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം ചാനലിൽ, അതുപോലെ തന്നെ നല്ല രീതിയിൽ എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു യൂണിക്കായിട്ടുള്ള ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഇപ്പോൾ എല്ലാ ടോപ്പിക്സും നമ്മൾ പരീക്ഷിച്ച് നോക്കണം ചാനൽ. ഒരു തുടക്കക്കാരൻ എന്ന യൂട്യൂബർ എന്ന നിലയ്ക്ക് ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ടെക് യൂട്യൂബർ എന്ന നിലയ്ക്കാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, മലയാളം ടെക്കീസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എൻ്റെ ഇത് മാറി, എൻ്റെ ഗ്രാഫ് മാറി. ഇപ്പോൾ എൻ്റെ ചാനൽ ഒരു ഗെയിമിംഗ് ചാനലാണ്. ഗെയിമിംഗ് ചാനലിൽ ഞാൻ നല്ല രീതിയിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടി, അതുപോലെ തന്നെ നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളും കിട്ടി. അപ്പോൾ ഒരു ടെക് ചാനലിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഒരു ഒരു ഗെയിമിംഗ് ചാനലായി മാറുകയാണ്. അപ്പോൾ അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾ ആദ്യം, അതായത് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടിങ് ചെയ്ത സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾ എല്ലാ രീതിയിലുള്ള കണ്ടൻസും നിങ്ങൾ ചാനലിലിടണം. അതായത് ഇപ്പോൾ ഗെയിമിംഗ് ചാനലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഗെയിമിംഗ് ചാനൽ മാത്രമായിട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ടെക് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം ഏതൊരു ടോപ്പിക്കാണ് വൈറലാവുക, കാരണം നിങ്ങളെ ഏത് ഒരു ടോപ്പിക്കായിരിക്കും നിങ്ങളെ ഗതി മാറ്റി മറിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാ ടോപ്പിക്സും ട്രൈ ചെയ്യും. എൻ്റെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ടെക് ടോപ്പിക്സ് ആയിട്ടാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അന്നൊന്നും പറഞ്ഞ ഒരു നല്ല വ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പയ്യെ ഗെയിമിങ്ങിലോട്ട് മാറിയപ്പോൾ എനിക്ക് നല്ല വ്യൂസ് കിട്ടി, നല്ല രീതിയിൽ ചാനൽ ഗ്രോ ചെയ്തു. ഇപ്പോൾ അത് ഫുൾ ഒരു ഗെയിമിംഗ് ചാനൽ എന്ന രീതിയിലായി. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എല്ലാവിധ ടോപ്പിക്സും നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ ഏതിലാണ് രക്ഷപ്പെടുക എന്ന് നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും, അതിനനുസരിച്ച് നിങ്ങൾ മുന്നേറുക. അപ്പോൾ അതാണ് ആദ്യത്തേത്. ഫസ്റ്റിലെ തന്നെ നിങ്ങൾ എല്ലാ ടോപ്പിക്സും പരീക്ഷിച്ച് നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഒരു തമ്പനെയിൽസ് ഉണ്ടാക്കാൻ പറ്റണം. കാരണം നമുക്ക് ഒരു വീഡിയോയ്ക്ക് വ്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ അതിലൊരു പകുതിയോളം ഭാഗം അതിൻ്റെ തമ്പനെയിൽ വഹിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തമ്പനെയിൽ ഉണ്ടാക്കിയിട്ടാൽ മാത്രമാണ് നമ്മുടെ വ്യൂവേഴ്സിന്, അതായത് കാഴ്ചക്കാർക്ക് നല്ല ഒരു ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം എന്നുള്ള രീതിയിൽ. നമ്മുടെ ഉദ്ദേശം യൂട്യൂബ് എന്ന നിലയിൽ നമ്മളിടുന്ന വീഡിയോ മാക്സിമം ആളുകൾ കാണണം എന്നാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള തമ്പനെയിൽ, അട്രാക്റ്റീവായിട്ടുള്ള തമ്പനെയിൽസും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വ്യൂവേഴ്സിനെ കിട്ടും. ക്ലിക്ക് ബേറ്റ്സ് മാക്സിമം കുറയ്ക്കുക. ക്ലിക്ക് ബേറ്റ്സ് വേണ്ട എന്നൊന്നും ഞാൻ പറയില്ല, കാരണം ക്ലിക്ക് ബേറ്റ്സ് വഴി വ്യൂവേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ക്ലിക്ക് ബേറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള യൂട്യൂബേഴ്സ്, അതായത് നമ്മുടെ ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഇറങ്ങിപ്പോകാനും സാധ്യതയുണ്ട് ക്ലിക്ക് ബേറ്റ്സ് വഴി. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലിക്ക് ബേറ്റ്സ് വേണ്ട എന്ന് ഞാൻ പറയില്ല, പൂർണ്ണമായിട്ട് വേണ്ട എന്ന് പറയില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നാലും ഒരു കൺട്രോളിൽ ക്ലിക്ക് ബേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഒന്നും വീഡിയോ ഇടണമെന്ന് ഒരു ഇതില്ല. ഈ ഡെയിലിയൊക്കെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞാൽ അത്ര പാഷൻ അല്ലെങ്കിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഡെയിലി വീഡിയോസിലേക്ക് കിടക്കുള്ളൂ. അത് അല്ലെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും, അത് കഴിയുമെങ്കിൽ ഒരേ ടൈമിൽ ഒരേ ദിവസം തന്നെ എല്ലാ ആഴ്ചയിലും കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം, ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ആ ഒരു ടൈമിന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും ഇടുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളങ്ങനെ
ഒരു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിലും അവർക്ക് പിന്നീട് ഒരു പ്രതീക്ഷ ഇന്ന ദിവസം ആകുമ്പോൾ ഇന്ന ചാനലിൽ ഇന്ന വീഡിയോ വരും, ഇത്ര സമയത്ത് വരും എന്നൊരു പ്രതീക്ഷയാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരു കറക്റ്റായിട്ടുള്ള ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്യാതെ. ഓക്കെ, അപ്പോൾ പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അതായത് തുടക്കക്കാരനായിട്ട് യൂട്യൂബിലേക്ക് വരുമ്പോൾ കഴിയുന്നതും നിങ്ങൾ അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ വേണ്ടി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് എന്താ പറയുക, അങ്ങനെ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങനെ കയറി പോകാനൊന്നും പറ്റില്ല. അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും. പിന്നെ എന്താ പറയുക, നല്ല രീതിയിൽ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്തിടുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രോത്തും കിട്ടും. പക്ഷേ ആദ്യമേ തന്നെ നിങ്ങൾ എന്താ പറയുക, അധികം ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും യൂട്യൂബിലേക്ക് ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ എൻ്റെ ഒരു ചാനലിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു റെഡ്മി നോട്ട് 3 മൊബൈൽ, അതായത് ആ മൊബൈൽ ഫോൺ മാത്രം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് കാണാം. ഈ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെ എത്തിയത് ഈ ഒരു ചെറിയ മൊബൈൽ വെച്ചുകൊണ്ട് തന്നെയാണ്. എൻ്റെ ചാനലിൽ അധികം ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ചാനലിൽ ആകെയുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോൺ ഇടയ്ക്ക് ഒന്ന് ഹാങ് ആവുക കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതൊന്നും നന്നാക്കി. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ഓരോ മാസവും നെറ്റ് ചെയ്യുന്നത്, ഓക്കെ, ആ ഒരു നെറ്റ് റീചാർജ് മാത്രമാണ് എൻ്റെ ചാനലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാൻ പാകത്തിന് കാശ് മുടക്ക് വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ എന്താ പറയുക, ഉള്ള പരിമിതി വെച്ചുകൊണ്ടാണ് ചെയ്തത്. മൊബൈലിലാണ് എഡിറ്റിങ് ചെയ്യാറ്, ഇടയ്ക്ക് കമ്പ്യൂട്ടറിലും ചെയ്യും. ഓക്കെ, കമ്പ്യൂട്ടർ തവിടൊടിയായി കിടക്കുമ്പോൾ ഫോണിലേക്ക് തിരിച്ചു വരും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കഴിയുന്നത് നിങ്ങൾ ഓവറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കുറയ്ക്കുക ചാനൽ. അതായത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ള യൂട്യൂബ്, ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒരു സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം നല്ല റീച്ചൊക്കെ നല്ല ഒരു വരുമാനമൊക്കെ കിട്ടി തുടങ്ങുന്ന സമയമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ വെച്ച് നിങ്ങൾക്ക് ചാനൽ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബിലേക്ക് ആ ഒരു പൈസയിൽ, അതായത് യൂട്യൂബിൽ നിന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓവറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് ഒഴിവാക്കുക, സ്റ്റാർട്ടിങ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കണ്ടൻറ്റ് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. കാരണം അധികം നിങ്ങൾ ഓവറാക്കി തേങ്ങ മാങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞ് വലിച്ചു നീട്ടി വലിയ കാര്യത്തിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സിമ്പിളായിട്ട്, അതായത് കാഴ്ചക്കാർക്ക് ബോറടിക്കാത്ത രീതിയിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളാക്കുക. ശരിക്കും സിമ്പിളായിട്ട് അങ്ങോട്ട് വീഡിയോ ചെയ്തിടുക. അപ്പോൾ അതിനനുസരിച്ചുള്ള റിട്ടേണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. ഇപ്പോൾ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ M4Tech ചാനൽ നോക്കി അറിയാം. M4Tech ചാനൽ ജിയോ ചേട്ടൻ്റെ ചാനലാണ്. പുള്ളിയുടെ ചാനൽ നോക്കി അറിയാം. എല്ലാ വീഡിയോസും എന്ന് പറഞ്ഞാൽ പുള്ളി നല്ല സിമ്പിളായിട്ട് നല്ല നാട്ടിൻപുറത്തെ തനിമയോട് കൂടിയാണ് പുള്ളി വീഡിയോസ് ചെയ്തിടാറ്. വലിയ ഹൈടെക് ക്യാമറ കാര്യം ഒന്നും പുള്ളി യൂസ് ചെയ്യുന്നില്ല, സിമ്പിളായിട്ടുള്ള വീഡിയോസാണ് പുള്ളിയുടെ. അതിനനുസരിച്ചുള്ള ഗ്രോത്ത് ആ ചാനലിലുണ്ട്. നമ്മുടെ മലയാളത്തിലെ ടെക്ക് ചാനലിൽ ആദ്യത്തെ 1 മില്യൺ അടിച്ച ഒരു ചാനലും കൂടിയാണ് നമ്മുടെ M4Tech. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് നമുക്ക് മാതൃകയാക്കാം. കാരണം ഞാൻ പുള്ളിയുടെ ഒരു ഫോളോ അപ്പ് തന്നെ ചെയ്യണം. കാരണം സിമ്പിളായിട്ട് നമുക്കുള്ള കാര്യങ്ങൾ വെച്ച് സിമ്പിളായിട്ട് വീഡിയോസ് ചെയ്തിടാനാണ് നോക്കാറ്. ഓവറായിട്ട് ചെയ്യാനൊന്നും ശ്രമിക്കാറില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഇപ്പോൾ ഒരു റീച്ച് കിട്ടാണ്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സും അതുപോലെ വ്യൂസൊക്കെ കിട്ടാനും വേണ്ടിയുള്ള കുറച്ച് ടിപ്സ്. ഈ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്താ പറയുക, ഞാൻ എങ്ങും കണ്ടുപഠിച്ച കാര്യങ്ങളൊന്നുമല്ല. ഇത് എൻ്റെ ചാനലിൽ, അതായത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളൂ. കാരണം കുറേ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ യൂട്യൂബേഴ്സായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഉദ്ദേശിച്ച് ചെയ്തത്. അപ്പോൾ ഒന്നും കൂടിയും പറയണത്, നല്ല രീതിയിലുള്ള തംബ്നെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോസ് ചെയ്തിടുക. വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള തംബ്നെയിൽസ് കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ അധികം ലാഗ് അടിപ്പിക്കാണ്ട് സിമ്പിളായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങൾ, അതായത് വളരെ സിമ്പിളായിട്ടുള്ള കാഴ്ചക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ ചെയ്തിടുക. പിന്നെയെന്ന് പറഞ്ഞാൽ അധികം ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക യൂട്യൂബിന്. മാക്സിമം നിങ്ങൾ എന്താ പറയുക, ഒരു സ്റ്റഡി ആയിട്ട് യൂട്യൂബിൽ നിന്ന് തന്നെ ഏണിങ്സ് തുടങ്ങിയിട്ട് മാത്രം നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്യുക. കാരണം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് അതൊരു ഹെൽപ്പായിരിക്കും. കാരണം ഇന്ന സമയത്ത് ഇന്ന വീഡിയോ ഇടും എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, നല്ല രീതിയിൽ വ്യൂവേഴ്സിന്, ഒരു സ്റ്റഡി വ്യൂവേഴ്സിനെയും കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ പുതിയൊരു ടെക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം വേണം. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ കണ്ണടയ്ക്കണ, അതായത് ഞാൻ എപ്പോഴും ഇങ്ങനെ വീഡിയോയിൽ കണ്ണടയ്ക്കുന്നുണ്ട്. അത് കുറേ പേർക്കൊക്കെ ബോറല്ല, ഒരു വെറുപ്പിക്കലും അല്ല, എന്താ ഒരു ഇറിറ്റേഷൻ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അത് സോറി പറയണു, വേറെ ഒന്നും കൊണ്ടല്ല. അത് ഞാൻ ചെറുപ്പം തൊട്ട് ഇങ്ങനെ കണ്ണടച്ചടച്ച് ശീലമാണ്. ഞാൻ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിൽ അതെൻ്റെ കണ്ണ് അടയുന്നത് വേഗം സ്പീഡ് കൂടുതലാണ്. ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കാനായിട്ട് അങ്ങനെ ശീലിച്ചിട്ടില്ല. അപ്പോൾ കണ്ണ് ഇങ്ങനെ എന്താ കൺപീലി അടഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. അത് പയ്യെ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അത് പയ്യെ ഇനിത്തെ വീഡിയോസിലൊക്കെ മാറ്റാൻ ശ്രമിക്കാം. നമ്മൾ എന്താ പറയുക, ശീലിച്ചു പോയതല്ലേ, അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കണമല്ലോ.
ഓക്കെ, അപ്പോൾ ഇനിത്തെ വീഡിയോസിലൊക്കെ നമുക്ക് അതൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം മാക്സിമം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് വീഡിയോസൊന്നും നല്ല രീതിയിൽ ചെയ്തു തരാൻ പറ്റില്ല. പിന്നെ എന്താ പറയുക, നമ്മുടെ ടെക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്ക് തന്നെ ആദ്യമേ തന്നെ ഒരു നല്ല ഇൻഫോർമേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചാണ് ഇന്നൊരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക വീഡിയോസ്. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്ത് തരാനായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അതിൻ്റെ തൊട്ടടുത്താണ് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി നമ്മൾ ഇനി മുതൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചാനലിലിടും. ഡെയിലി ഒന്നും ആയിരിക്കില്ല, പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള, അതായത് കണ്ടൻറ് ടോപ്പിക്സ്, നമ്മൾ ഫേസ് വെച്ചുള്ള കണ്ടൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു തരാൻ ശ്രമിക്കും. എന്തായാലും ഡെയിലി ഗെയിമിംഗ് വീഡിയോസ് ഉണ്ടാവും, അത് ഷുവറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ നല്ല സൂപ്പർ ടോപ്പിക്കുമായി കാണാം ഗൈസ്. ഗുഡ് ബൈ.